ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. നമോസ്തു തേ വ്യാസവിശാലബുദ്ധേ ഭുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവഃ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോത്പലാ ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല. അശ്വത്ഥാമവികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തകഃ കേശവഃ. പാരാശര്യവചഃ സരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പതേന ഹരഃ പേപീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുൻവന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഖപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായമാണ് നമ്മൾ വിചാരം ചെയ്തു വരണത്. സാഖ്യയോഗം. സാഖ്യയോഗത്തിൽ ഭഗവാൻ വേദാന്ത ഉപദേശം നൽകുന്നു. വേദാന്തം എന്ന് പറഞ്ഞാൽ അനുഭവമേ സ്വരൂപം. അനുഭവമാത്രമായിട്ടുള്ള വിഷയത്തെ ഭഗവാൻ അർജുനന് ഉപദേശിച്ചു. അതൊരു ഉപദേശം എന്ന നിലയ്ക്ക് ഒരു തത്വം മാത്രമായി നിലകൊള്ളുന്നു. ഉപദേശിക്കണ സമയത്ത് ഒരു തത്വത്തെ ഉപദേശിക്കണം. ഈ തത്വം ഇറ്റ്സെൽഫ് ഈസ് ജഡം. എപ്പോൾ ഈ തത്വത്തെ അനുസന്ധാനം ചെയ്ത് തത്വം ചൈതന്യത്തിനെ കാണിച്ചു തന്നിട്ട് തത്വം മറഞ്ഞു പോകണം. ഇതാണ് പൊതുവിലെ
ശാസ്ത്ര സമ്പ്രദായം ഇല്ലെങ്കിൽ ശാസ്ത്രം കെട്ടിക്കിടന്നാലും പ്രോബ്ലമാണ്. ഇപ്പോൾ ഡിറ്റർജൻ്റൊക്കെ ഉണ്ട്, നമുക്ക് പല തരത്തിൽ പാത്രം കഴുകാനൊക്കെ ഡിറ്റർജൻ്റ് ഉണ്ട്. പാത്രത്തിൽ അല്പപ്പൊടിയോ എന്തൊക്കെയോ അടിച്ചിരിക്കണതിന് ഈ ഡിറ്റർജൻ്റ് ആകുന്നതിനെ ഇട്ട് ഒന്ന് കഴുകിയൊക്കെ വെച്ചു എന്ന് വെച്ചോളാം. ഇതിൽ ഡിറ്റർജൻ്റ് ഒട്ടിപ്പിടിച്ചിരുന്നാലും അത് ഈ സാധാ പൊടിയേക്കാളും ദോഷം ചെയ്യും അല്ലേ. സാധാരണ നമുക്ക് അടിക്കണ പൊടിയോ അഴുക്കിനേക്കാളും ദോഷം ഈ ഡിറ്റർജൻ്റ് നമുക്ക് തരും. അപ്പോൾ ഡിറ്റർജൻ്റ് എന്തിനാന്ന് വെച്ചാൽ മൊത്തം അഴുക്കിനെയും കഴുകിക്കളഞ്ഞ് അഴുക്കിൻ്റെ കൂടെ ഈ ഡിറ്റർജൻറ്റും ഒലിച്ചു പോകണം. ഇതാണ് സാഖ്യം, ഇതാണ് തത്വം, ഇതാണ് തത്വത്തിൻ്റെ ഒരു സമ്പ്രദായം, തത്വദർശനം. അല്ലാതെ ഈ തത്വത്തെ മാത്രം വെച്ചുകൊണ്ട് കാര്യമില്ല. തത്വം കേവല അനുഭവത്തെ തരണം. അപ്പോൾ ഈ തത്വത്തെ ആദ്യം കൊടുക്കണം നമ്മൾ. തത്വം അറിഞ്ഞുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ആ ഫലയിച്ചയില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ പൊതുവേ കാണുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫലത്തെ ഇച്ഛിക്കും, അതിനനുസരിച്ചുള്ള കർമ്മത്തെ ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് പൊതുജീവിതത്തിൽ, ലൗകികകരമായിട്ടുള്ള ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്. അധ്യാത്മത്തിൽ, വൈദിക സമ്പ്രദായത്തിൽ പോലും ഇത് കാണാം. ഏതോ ഒരു ഇച്ഛ, വൈദിക സമ്പ്രദായം കുറച്ചും കൂടെ ഉയർന്ന് ഈശ്വര ആരാധന ചെയ്ത് ജീവിക്കാനുള്ളൊരു ക്രമമാണ്. അതിൽ ലൗകികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ ആ ചിന്തയും ഒരു അജ്ഞാനമാണ്, ഒരു ദുഃഖത്തെ ജനിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം തത്വം നല്ലവണ്ണം കൺവിക്റ്റഡ് ആയതിനു ശേഷം ധർമ്മത്തെ ഭഗവാൻ ഉപദേശിക്കണം. ഇത് ധർമ്മമാണ്, നിന്റെ ധർമ്മം എന്താ, ധർമ്മം എന്താണെന്ന് ഭഗവാൻ വ്യക്തമായിട്ട് ഉപദേശിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ആ ധർമ്മത്തെ പറ്റിയൊക്കെ നമ്മൾ നല്ലവണ്ണം വിചാരം ചെയ്തു. ഒരുവൻ്റെ സംസ്കാരം ഒരു സ്വഭാവമായി മാറും. ആ സ്വഭാവത്തിന് അനുസരിച്ചാണ് അവൻ്റെ ധർമ്മം പോലും രൂപീകരിച്ചിരിക്കുന്നത് അല്ലേ. സഞ്ചിതമായ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതാണ് പ്രാരാബ്ധ ഫലം എന്ന് പറയുന്നത്. അപ്പം സഞ്ചിതമായ ഒരു കർമ്മം, ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ പേടിച്ചോടാൻ പാടില്ല, അതിൽ. അതും ഒരു പ്രോബ്ലമാണ്. ഇപ്പം നമ്മൾ വന്നു ചേർന്നത് എന്താ, പൂർവ്വകാലത്തിലെ നമ്മുടെ സംസ്കാരം, ഈ കാലത്തിലെ നമ്മളെ സംസ്കാരമാണ് നമുക്കൊരു കർമ്മത്തെ തരണത്. നമ്മൾ ഫ്രണ്ടിൽ ഒരു കർമ്മം വന്ന് മാനിഫെസ്റ്റ് ആവണത്, അല്ലാതെ ഒന്നും കർമ്മം വരില്ല. അപ്പോൾ ഒരു കർമ്മം വന്നിരിക്കണു അല്ലേ. യുദ്ധം, അർജുനൻ എന്തിനാ PhD എടുത്തിരിക്കുന്നത്? യുദ്ധത്തിനാണ് അല്ലേ. പഠിച്ചിരിക്കുന്നത് മൊത്തം എന്താ, ആയോധന കലകളും അസ്ത്രശസ്ത്ര വിദ്യകളുമാണ്. കേമനായ ഗുരുക്കന്മാരിൽ നിന്നും ഉത്തമനായ ഒരു ശിഷ്യനായിട്ടിരുന്നു. പല രാജാക്കന്മാരും ഉറ്റുനോക്കണു അല്ലേ. ഇത് കണ്ടിട്ട് വേണം ദേ ഹാവ് ടു ഇംപ്ലിമെൻറ്റ് സം ധർമ്മം ടു ദെയർ പ്ലേസസ് അല്ലേ. ഇതൊക്കെ എന്തിനാ കാണുന്നത്? കണ്ടിട്ട് ഇങ്ങനെയാ ധർമ്മം, ഇങ്ങനെയാ അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ ആൾക്കാരെ കാണിച്ചു കൊടുക്കണം. ഒക്കെ കീർത്തി നേടിയിരിക്കണു അർജുനൻ. പക്ഷേ അർജുനൻ എന്താ, ഈ ധർമ്മയുദ്ധത്തിനെ ഭയന്നു ഓടി ഭിക്ഷുവായിട്ടിരിക്കാൻ വിചാരിക്കും. എല്ലാ കർമ്മവും അല്ലേ, ബാങ്കിൽ പോയി ലോണെല്ലാം എടുത്തിട്ട് ആ കർമ്മമായിട്ടിരുന്നിട്ട് കാര്യമില്ല. ലോൺ എടുത്തു, അതിൻ്റെ പലിശയോ പണമോ അടയ്ക്കണമെന്നാണ് ധർമ്മം. എടുത്തു കഴിഞ്ഞിട്ട് ഇതെൻ്റെ ധർമ്മമല്ല, എനിക്ക് ഈശ്വര ആരാധനയാണെന്ന് പറഞ്ഞ കാര്യമില്ല. ഈശ്വര ആരാധനയാണ് പൊതുവിൽ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മൾ സഞ്ചയിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോഴും ഇപ്പോൾ അധ്യാത്മത്തിൽ വരുമ്പോൾ കൂടെയും എന്തൊക്കെയോ വികല്പങ്ങൾ വരണം അല്ലേ. നല്ലൊരാളാവണം, സമൂഹത്തിനൊരു മാതൃകയാവണം, സമൂഹത്തിന് ക്ലാസ് കൊടുക്കണം, നല്ല പോലെ പാരായണം ചെയ്യണം, എൻ്റെ പാരായണം എല്ലാവർക്കും ഇഷ്ടപ്പെടണം. ഇങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്ക് വരും അല്ലേ, സ്പിരിച്വലി വന്നാലും അധ്യാത്മത്തിൽ വന്നാലും. അപ്പം ഈ ചിന്തയും ഫലയിച്ഛയാണ്. അപ്പോൾ ഫലയിച്ഛ ഇല്ലാതിരിക്കണം. ഫലയിച്ഛ ഇല്ലാതെ എങ്ങനെ ഇരിക്കണം? ഈ ചിന്ത കൂടെ അധ്യാത്മത്തിൽ വന്നു കഴിഞ്ഞാൽ അധ്യാത്മത്തിൻ്റെതായിട്ടുള്ള ധർമ്മം, ഉപനിഷത്സു ധർമാഹ
ഉപനിഷത്തിൻ്റെ ധർമ്മം എന്താ? ഞാൻ ആര് എന്നൊരു വിചാരം, അത് ചെയ്തിരിക്കുക. ഞാൻ ആത്മാ, ഇതാണ് ഉപനിഷത്ത് ധർമ്മം. ആപ്യായന്തു മമാംഗാനി വാക് പ്രാണചക്ഷുശ്രോത്രമധോബലം ഇന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു തദാത്മനി നിരതേഹി ഉപനിഷത്സു ധർമാ. ഉപനിഷത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ എന്താണോ ഉപനിഷത്ത് പറയണത് ആ പൊരുളായിട്ടിരിക്കലാണ് ധർമ്മം. അപ്പോൾ അധ്യാത്മത്തിൽ വന്നാൽ അതിനൊരു ധർമ്മമുണ്ട്. പക്ഷെ വ്യവഹരിച്ചുകൊണ്ട് നമ്മൾ പലതും സഞ്ചയിപ്പിച്ചിട്ട് വന്ന് അധ്യാത്മത്തിൽ വന്നിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് സ്വസ്ഥതമായിട്ട് ഇരിക്കാൻ പറ്റില്ല. വ്യവഹാരത്തിൽ ദുഃഖം വരും. അതിനെയൊക്കെ താൻ തിതീക്ഷസ്വ ഭാരത എന്ന് ഭഗവാൻ നേരത്തെ അർജുനന് ഉപദേശം കൊടുത്തു. ഇതിനൊക്കെ സഹിച്ചുകൊള്ളുക. ഇപ്പോൾ വരും എന്തൊക്കെ നമ്മൾ നല്ലത് ചെയ്തിട്ടും നമുക്ക് പ്രതിഫലം ചീത്തയാണ് വരണമെങ്കിൽ അതിനൊക്കെ സഹിച്ചുകൊള്ളുക. അതൊക്കെ പൂർവ്വത്തിലെ സഞ്ചിതമായ കർമ്മത്തിൻ്റെ ഫലമാണെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അങ്ങനെ പറഞ്ഞ് ധർമ്മത്തെ ഭഗവാൻ ഉപദേശിച്ചു. ഈ ധർമ്മത്തിൽ നിന്നും നീ തോറ്റോടാൻ പാടില്ല എന്ന് അർജുനനെ ഉപദേശിച്ചു. എതിർച്ചയാ വന്നതാണിത്. ഒരു ക്ഷത്രിയന്, പുണ്യം ചെയ്ത ക്ഷത്രിയന് മാത്രമേ എതിർച്ചയാ വരണ ഈ യുദ്ധമൊക്കെ കിട്ടുള്ളൂ. അത് പുണ്യം ചെയ്ത മഹാത്മാക്കൾക്കേ കിട്ടുള്ളൂ. അത് സ്വർഗദ്വാരം തുറക്കാൻ കാരണമാണത്. തുറന്നു വച്ചിരിക്കുന്ന സ്വർഗദ്വാരമാണ്. അതിനെ നീ ഉപേക്ഷിച്ച മറിച്ച് പാപമവാപ്സ്യസി എന്ന് പറഞ്ഞു ഭഗവാൻ. പാപം ഉണ്ടാവും നിനക്ക്. ഇങ്ങനെ ഭഗവാൻ വരിവരിയായിട്ട് ഭഗവാൻ ഇവിടെ ഉപദേശിച്ചു, ധർമ്മത്തെ ഉപദേശിച്ചു. എന്നിട്ട് ഭഗവാൻ കൺക്ലൂഡ് ചെയ്തു, നല്ല പോലെ കൺക്ലൂഡ് ചെയ്തു. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹിം തസ്മാദുത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം. സംടൈംസ് നീ യുദ്ധത്തിൻ്റെ ഇടയിൽ, ധർമ്മയുദ്ധത്തിൻ്റെ ഇടയിൽ നീ മരിച്ചു പോയാൽ, വീരമൃത്യു വരിക്കേണ്ടി വന്നാൽ നിനക്ക് സ്വർഗത്തിലിരിക്കാൻ പറ്റും. കാരണം നീ സ്വധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ സ്വധർമ്മത്തിൻ്റെ ഇടയിലാണ് നിനക്ക് മൃത്യു സംഭവിച്ചിരിക്കുന്നത്. നിന്റെ സ്വജനങ്ങളെ, നിന്റെ രാഷ്ട്രത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഇടയിലാണ് നിനക്ക് മൃത്യു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് സ്വർഗദ്വാരമാണ്, സ്വർഗം ഓപ്പൺഡാണ്. ഏതൊരു കാര്യത്തിൽ, ഇപ്പോൾ ഒരു മിലിറ്ററി ഓഫീസർ കൂടെ, അതുകൂടെ ധർമ്മമാണ് അയാളുടെ. യുദ്ധം ചെയ്യാവുന്ന അയാളുടെ ധർമ്മമാണ്, ക്ഷത്രിയ ധർമ്മമാണ്, ക്ഷാത്രവീര്യമാണ്, രാജ്യത്തിനെ പരിപാലിക്കാവുന്നൊരു വീര്യമാണ്. സ്വജനത്തിന്, നല്ലതിന്, നന്മയ്ക്ക് വേണ്ടി. നോക്കൂ, എതിർവശത്തും അവർ യുദ്ധം ചെയ്യാനാണ് നിൽക്കുന്നത്, അവരും പരിപാലിക്കണം എന്നാണ്. പക്ഷേ അവരുടെ ഉദ്ദേശം എന്താ? എതിർച്ചയല്ല. അവരെന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധമുണ്ട്. അവർ ക്രിയേറ്റിംഗ് യുദ്ധം, നമ്മൾ ഡിഫെൻഡിങ് ആണ്. നമ്മളെ രാജ്യത്തിനെ സംരക്ഷിക്കലാണ്. അതിന് എന്തു വേണമെങ്കിലും നമ്മൾ ചെയ്യും, ഇല്ലേ? അപ്പോൾ അത് സ്വധർമ്മമാണ്. മറ്റതോ ധർമ്മമല്ലാതെ, മറ്റൊരാളെ ദ്രോഹിക്കണം എന്ന് ചിന്തിക്കണ ഒരു ഇൻറ്റൻഷൻ, അത് ധർമ്മമേ അല്ല. അപ്പോൾ ഹതോവാ പ്രാപ്സ്യസി സ്വർഗം. നീ ഇതിൽ മരിച്ചു പോയാൽ, ജീവൻ പോയാൽ നീ സ്വർഗത്തിൽ പോയി ഇരിക്കും. ജിത്വാവാ ഭോക്ഷ്യസേ മഹിം. ജിത്വാവാ ഭോക്ഷ്യസേ മഹീം. അഥവാ നീ ജീവിച്ചിരിക്കണമെങ്കിൽ നിനക്ക് രാജ്യം പരിപാലിക്കാം, നിന്റെ സ്വജനങ്ങളൊക്കെ നിന്നെ ആരാധിക്കും, ഈ രാജ്യത്തിൽ എല്ലാവർക്കും സൗഖ്യം ഉണ്ടാവും. തസ്മാദുത്തിഷ്ഠ കൗന്ദേയ. അതുകൊണ്ട് കൗന്ദേയ, കുന്തിപുത്ര, അല്ലയോ സഹനശക്തിയുള്ളവനെ, എഴുന്നേൽക്കൂ അർജുന. കൗന്ദേയ എഴുന്നേൽക്കൂ. യുദ്ധായ കൃത നിശ്ചയ. യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നീ നിശ്ചയിച്ചുറപ്പിച്ചുകൊള്ളുക. ഇങ്ങനെ വന്ന് സോംബേറിയായിട്ട് ഇരിക്കണമല്ലോ. എന്താ? സഞ്ചിതമായ കർമ്മം, അല്ലേ? അർജുനൻ്റെ ആംബിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ യുദ്ധമാണ്. അസ്ത്രശസ്ത്ര വിദ്യകൾ പ്രഗത്ഭനായി, പക്ഷേ ആ വിദ്യ അവന് ഉപകരിച്ചില്ല. പക്ഷേ ആ വിദ്യയ്ക്ക് ഭഗവാൻ ബ്രഹ്മവിദ്യ കൊടുത്തു. അത് ഉപകരിക്കാത്ത പക്ഷത്തിൽ ഭഗവാൻ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചിട്ട് ധർമ്മത്തിലേക്ക് ഇറക്കി വിടുന്നു. നോക്കൂ, നമ്മൾ ഒറ്റയടിക്ക് പോയി സന്യാസമൊന്നും എടുക്കണ്ട. ധർമ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു നാമമാണ്.
ആ ധർമ്മത്തിനെ വിട്ട് നമ്മൾ സന്യാസത്തിന് പോകാൻ പാടില്ല. അത് വെറും വേഷം കെട്ടലായി പോകും. ധർമ്മം നമുക്ക് പരിപാലിക്കേണ്ടതാണ്. ധർമ്മത്തിന് അതിനനുസരിച്ച് വിലയുണ്ട്. അത് നമ്മളാൽ ചെയ്യപ്പെട്ട കാര്യമാണ്. നമ്മളാൽ ആരംഭിച്ചു വെച്ച കാര്യമാണ്. ആരംഭിച്ചു വെച്ച കാര്യത്തിനെ തീർക്കുക എന്നൊരു ഫാക്റ്റ് ഉണ്ട് അവിടെ. തീർക്കണം. ആരംഭിച്ച കാര്യത്തിനെ തീർക്കണം. നമ്മൾ പൂർത്തിയാക്കാത്തിടത്തോളം ഇറ്റ് വിൽ നോട്ട് ബി പെർഫെക്റ്റ്. ആൻഡ് ഇൻഫാക്ട് ലൗകിക ജീവിതം വിൽ നോട്ട് ബി പെർഫെക്റ്റ് അറ്റ് ഓൾ. പെർഫെക്റ്റേ ആവില്ല ലൗകിക ജീവിതം. നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണു അല്ലേ? അതാണ് ധർമ്മം. പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണു. പക്ഷേ അവിടെയും നമ്മൾ പെർഫെക്റ്റ് ആവും എന്നൊരു ലാഭയിച്ഛയോടുകൂടിയാണ് ചെയ്യണമെങ്കിൽ, അങ്ങനെ ഒരു ലാഭയിച്ഛ നമ്മുടെ മുന്നിൽ വന്നു ചേർന്നാൽ അത് ദുഃഖത്തിന് കാരണമാവും. അതുകൊണ്ട് ലാഭയിച്ഛയില്ലാതെ നമ്മൾ ധർമ്മം ചെയ്തുകൊള്ളുക. അങ്ങനെ ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്, യുദ്ധത്തിന് മുതിർന്നുകൊള്ളുക, യുദ്ധം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കണു. ഈ യുദ്ധത്തിൽ നിനക്ക് ലാഭം ഉണ്ടാവാം, നഷ്ടം ഉണ്ടാവാം, എന്തുണ്ടെങ്കിലും നീ സമം ആയിട്ട് ഇതിനെ കാണണം എന്ന് അടുത്ത ശ്ലോകം 38-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാ ജയൗ തദോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖ ദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാ ജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ, സുഖത്തെയും ദുഃഖത്തെയും നീ സമമായിട്ട് കണ്ടുകൊള്ളുക, തുല്യമായിട്ട് കാണുക. നോക്കൂ, സുഖം വരുമ്പോൾ സന്തോഷിക്കും, ദുഃഖം വരുമ്പോൾ അത്യന്തമായിട്ട് വിഷമിക്കും. ഇത് പ്രകൃതിയാണ്. ഇത് പ്രകൃതിയിൽ നമുക്ക് കാണാൻ പറ്റണോ ഇല്ലേ? ഒരു മൃഗങ്ങളിൽ കൂടെ ഇത് കാണാം. ഒരു പുല്ല് കൊടുത്താൽ മൃഗം അടുത്തേക്ക് ഓടി വരും, കമ്പെടുത്താൽ ഇത് ഓടിക്കളയും. അപ്പോൾ ഇത് വിരുദ്ധ സ്വഭാവങ്ങളാണ് അല്ലേ? രണ്ടും പ്രകൃതിയാണ്. പക്ഷേ ഈ സുഖത്തെയും ദുഃഖത്തെയും ഇത് ആഗമാപായിനാഹ, വന്നും പോണത് ആണെന്ന് നീ അറിഞ്ഞുകൊണ്ട് ഇതിനെ സമമായിട്ട് കാണുക. ഭഗവാൻ ഇവിടെ ഒരു സ്ഥിതിയെ ഉപദേശിക്കുകയാണ്, സമസ്ഥിതി. രണ്ട് സ്ഥിതിയാണുള്ളത്, ഒന്ന് സമസ്ഥിതി, ഒന്ന് വിഷമസ്ഥിതി. സമസ്ഥിതി എന്ന് പറഞ്ഞാൽ യോഗം എന്നർത്ഥം, യോഗസ്ഥിതി. ഇതിനാണ് നമ്മൾ സമസ്ഥിതി എന്ന് പറയുന്നത്. ശാന്തി, ചിത്തവൃത്തിയുടെ ചിത്തത്തിൻ്റെ അടക്കം, അതായത് ഈ മനസ്സിൻ്റെ അടക്കം, ശമം, ഇതിനെയാണ് സമസ്ഥിതി എന്ന് പറയുന്നത്. വിഷമസ്ഥിതി എന്ന് പറയുന്നത് വിക്ഷേപമാണ്, വിഷാണത്. വിഷമം, വിഷം ഒക്കെ അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഏതാ? ഈ വിഷമസ്ഥിതി. അതുകൊണ്ട് വിഷമസ്ഥിതിയെ നമ്മൾ രണ്ട് പോയിന്റിനെയും പറയും ഇല്ലേ? ദുഃഖത്തിനെയും നമ്മൾ വിഷമം എന്ന് പറയും, സുഖത്തെയും നമ്മൾ വിഷമം തന്നെ പറയണം. എന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും മാറി ഇല്ലേ? സുഖം വരുമ്പോൾ വിഷമം വരുമോ എന്ന് പേടി വരണു, ദുഃഖം വരുമ്പോൾ ഇനി സന്തോഷം വരില്ലേ എന്നൊരു ചിന്ത വരണു. ഇത് രണ്ട് എക്സ്ട്രീം പോയിന്റും വിഷമമാണ്. സെൻറ്റേർഡ് ആയിരിക്കുന്നതിനെയാണ് സമസ്ഥിതി എന്ന് നമ്മൾ പറയണത്. സമസ്ഥിതി, എൻ്റെ നിജ സ്വരൂപം. അപ്പോൾ സ്വരൂപനിഷ്ഠനായിട്ടിരുന്ന് സുഖം വന്നാലും ദുഃഖം വന്നാലും ആടിപ്പോവാതെ ഇരുന്നാൽ നിനക്ക് ലാഭം വന്നാലും ജയം വന്നാലും, അതുപോലെ ലാഭനഷ്ടങ്ങളായാലും ജയപരാജയങ്ങളായാലും സുഖദുഃഖങ്ങളായാലും തുല്യമായിട്ട് സമമായിട്ട് നീ കണ്ടുകൊള്ളുക. ഈ ഫലയിച്ഛയില്ലാതിരിക്കുക. ഫലയിച്ഛ വലിയ പ്രോബ്ലമാണ്. ഈ ഫലയിച്ഛയാണ് നമുക്ക് ദുഃഖത്തെ തരണത്. എന്തിനെങ്കിലും ആലോചിച്ച് ഇത് നേടണം, അത് ചെയ്യണം, ഇത് ചെയ്യണം നമ്മൾ വിചാരിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങിപ്പെട്ടാൽ നമ്മൾ ഇത് ജയിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിരിക്കും. ആ കർമ്മത്തിൽ നിന്നും നമ്മുടെ കോൺസെൻട്രേഷൻ എവിടെയോ ജയിക്കണം എന്നൊരു കോൺസെൻട്രേഷൻ, എവിടെയോ നമ്മളെ ജയത്തിനെ തടുക്കാൻ ആരെങ്കിലും വരുമോ എന്നൊരു ചിന്ത കൂടെ വരും. രണ്ടും ഒരു കോൺട്രഡിക്ഷനാണ്.
അല്ലേ? ഈ രണ്ടും, ഒരു നല്ല ധനം വരണം എന്ന് പ്രാർത്ഥിക്കും. ധനം വന്നു കഴിഞ്ഞാൽ ഇതിന് ആരെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുമെന്ന് പേടി വരും, ഭയം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഭയം വരണമെന്ന് വെച്ചാൽ ലാഭയിച്ച കൊണ്ട്, ഇത് എൻ്റേതെന്നൊരു ഭാവമുണ്ട്, മമത കൊണ്ട്. അപ്പോൾ ആ മമതയെ കളഞ്ഞിട്ട് നീ വന്നു ചേർന്ന കർമ്മത്തിനെ, എതിർച്ചയാവുന്ന ഈ യുദ്ധത്തിനെ നീ ചെയ്തുകൊള്ളുക. ഇതിൽ ലാഭം കിട്ടട്ടെ, ജയം കിട്ടട്ടെ, പരാജയമായിക്കോട്ടെ, സുഖം കിട്ടട്ടെ, ദുഃഖം കിട്ടട്ടെ, നീ നിന്റെ കർമ്മത്തിൽ, ധർമ്മത്തിൽ ഉറച്ചു നിന്ന് യുദ്ധം ചെയ്യൂ അർജുന പറയുന്നു. ലാഭാലാഭോ ജയാജയോ തതോ തതോ യുദ്ധായ യുജ്യസ്വ. ആ മനോഭാവം നിലനിർത്തി നീ യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കും. നമുക്ക് സമസ്ഥിതിയിൽ നിന്ന് യുദ്ധം ചെയ്യും. വലിയൊരു കോൺട്രഡിക്ഷനാണ്. നമുക്ക് യുദ്ധം ചെയ്യാനും പറയണു, മനസ്സിന് വിക്ഷേപം ഉണ്ടാവാനും പാടില്ല എന്ന് പറയണു ഭഗവാൻ. ഭഗവാനെ ശാന്തിയായിട്ടിരിക്കാനല്ലേ ഭഗവാൻ ഉപദേശിച്ചത്? അതെ, ശാന്തിയായിട്ടിരിക്കണം. അപ്പോൾ ശാന്തിയായിട്ടിരിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്താൽ എങ്ങനെ ശാന്തിയായിട്ടിരിക്കും? ഇതിനെയാണ് സമസ്ഥിതിയിൽ നിന്ന് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സമത്തിൽ നിന്ന് നമ്മളെ വിക്ഷേപത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ലാഭയിച്ഛയുമാണ്, മമതയാണ്. ഈ രണ്ടിനെ എടുത്ത് കളഞ്ഞിട്ട് നീ യുദ്ധം ചെയ്യൂ. തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമവാപ്സ്യസി. അങ്ങനെ നീ യുദ്ധം ചെയ്താൽ നിനക്ക് ഒരു പാപം, ഞാൻ പാപം ചെയ്യണു, പുണ്യം ചെയ്യണു, ഇത് രണ്ടും ഒരു തോട്ടാണ്. ഞാൻ പാപം ഞാൻ പാപി എന്നൊരു തോട്ട്, ഞാൻ പുണ്യവാൻ എന്നൊരു തോട്ട്, ഈ രണ്ടും ഒരു തോട്ട്സാണ്. ജസ്റ്റ് എ തോട്ട്, ജസ്റ്റ് ഒരു ചിത്തവൃത്തി, ജസ്റ്റ് ഒരു ചിന്തയാണ്. ഈ ചിന്തയെ അങ്ങോട്ട് എടുത്തു മാറ്റിയാൽ നൈവം പാപമവാപ്സ്യസി, നിനക്ക് പാപമേ ഉണ്ടാവില്ല എന്ന് ഭഗവത് വചനം. പാപം പുണ്യമൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്, മനസ്സിൻ്റെ വെറും ഒരു കൽപ്പന മാത്രമാണ്. കിം ഭദ്രം കിം അഭദ്രം ദ്വൈതസ്യ അവസ്തുന. എന്താണ് പുണ്യം, എന്താണ് പാപം? ഇത് രണ്ടും ദ്വൈതസ്യ, ഇത് രണ്ടും ദ്വൈതമാണ്. അവസ്തുന, വസ്തു ഇല്ലാത്തതാണ്, ഇല്ലാത്ത പൊരുളാണ് ഇത് രണ്ടും. അപ്പോൾ അതിനെ കളഞ്ഞാൽ നിനക്ക് പാപം ഒന്നും ഉണ്ടാവില്ല എന്ന് ഭഗവാൻ ശ്ലോകത്തിൽ അർജുനനോട് പറയണു. ഇതുപോലെ ആയിരിക്കണം അർജുനനോട് പറയണമെന്ന് വെച്ചിട്ട് ഏതോ കഥ കേൾക്കണത് പോലെ നമ്മൾ ഇരിക്കണ്ട. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും സഞ്ചിതമായ പല കർമ്മങ്ങളും വരും. എന്ത് കർമ്മത്തിലാണോ, എന്ത് ധർമ്മത്തിലാണോ ഇപ്പം നമ്മളുള്ളത്, ഇതിൽ നിന്ന് നമ്മൾ ഓളിച്ചോടാൻ നോക്കണം. പലരും അല്ലേ, ഒരു എസ്കേപ്പ് വേണം തോന്നുന്നു. ഇപ്പോൾ വ്യവഹാരത്തിൽ ദുഃഖം വരും, ഈ ദുഃഖം വരേ ചെയ്യരുതെന്ന് നമ്മൾ വിചാരിക്കണം. ദാറ്റ് തോട്ട് ഇറ്റ് സെൽഫ് ഇസ് റോങ്. വ്യവഹാരത്തിൽ ദുഃഖം ഉണ്ട്, അത് ഇല്ലാന്ന് വരരുതെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ കൂടെ അത് ദുഃഖത്തിന് കാരണമാവും അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന കൂടെയും വേണ്ട. ഇത് എന്തു വന്നാലും ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞ് വിടുക. എന്തു വേണമെങ്കിലും വന്നോട്ടെ, ഇനി യാത്രാമധ്യയിൽ എനിക്ക് എന്തു വേണമെങ്കിലും വന്നോട്ടെ, ഞാൻ എൻ്റെ ധർമ്മത്തെ മുറുകെ പിടിക്കും. ഇതാണ് ഒരു സത്യബുദ്ധിയുടെ ലക്ഷണം. ഒരു സത്യബുദ്ധിയുടെ ലക്ഷണം ധർമ്മത്തെ വിടാതെ പിടിച്ചുകൊള്ളുക. ധർമ്മത്തെ വിടാതെ പിടിക്കുന്നതാണ് ഒരു സത്യബുദ്ധിയുടെ ലക്ഷണം. അപ്പോൾ ആ ലക്ഷണത്തെ ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നമുക്കെല്ലാവർക്കുമുള്ള ഉപദേശമാണിത്. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. യേഷാ, ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിൽ നിന്നും സാംഖ്യത്തെ ഉപദേശിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഇത്ര നേരം ഉപനിഷത്ത് അല്ലേ, കേനോപനിഷത്തിൽ ഒരു അനക്ഡോട്ട് പറയും. കേനോപനിഷത്തിൽ ശിഷ്യനെ പൂർണ്ണമായിട്ട് ഗുരു തത്വോപദേശം ചെയ്തു. പക്വപ്പെടുത്തിയ ഒരു ശിഷ്യനെ തത്വോപദേശം ചെയ്ത് തപസ്സിലൂടെ ആ ശിഷ്യന് വേണ്ട വിധത്തിലുള്ള
ആനന്ദത്തെ കൊടുത്തിട്ട് ഗുരു ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഒരു അനക്ഡോട്ട് പറയണു, ഒരു കഥ പറയണു. ഈ കഥയെല്ലാം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ ചോദിക്കുകയാണ്, എനിക്ക് ഉപനിഷത്ത് പറഞ്ഞു തരുമോ? അപ്പോൾ പറഞ്ഞു, നിനക്ക് ഉപനിഷത്ത് പറഞ്ഞു കഴിഞ്ഞു, ഉപനിഷത്ത് നിനക്ക് തന്നു കഴിഞ്ഞു, അത് ഇനി മനനം ചെയ്ത് നീ എടുത്തോളുക. ഇനി നിനക്ക് കർമ്മ യോഗത്തെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. അർജുനൻ പറയാണ്, കൃഷ്ണൻ പറയാണ് അർജുനൻ്റെ അടുത്ത്, അർജുന, ഇനി നിനക്ക് ഞാൻ കർമ്മയോഗത്തെ ഉപദേശിക്കാൻ പോവാണ്. ഏഷാ തേ അഭിഹിതാ സാഖ്യേ, ഏഷാ സാഖ്യേ ബുദ്ധി. ഒരു സ്ത്രീലിംഗപദത്തോടുകൂടി ഏഷാ സാഖ്യേ. ഈ തത്വത്തെ, സാഖ്യം എന്ന് പറഞ്ഞാൽ തത്വം എന്നർത്ഥം, ഒരു ഫിലോസഫി എന്നർത്ഥം. യേശാം എന്ന് പറഞ്ഞു, ഒരു സ്ത്രീലിംഗ പദത്തോടു കൂടി പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗമാണ്. ഭഗവത്ഗീത പോലും ഒരു അമ്മയാണ് അല്ലേ? പലരും പൊതുവിൽ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നല്ലതും വരും ചീത്തയും വരും. ഇതിൽ പലതും പെണ്ണുങ്ങൾ ഇതൊന്നും വായിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ വേദം പറയാൻ പാടില്ല, ഉപനിഷത്ത് പാരായണം ചെയ്യാൻ പാടില്ല, രാമായണം വായിക്കാൻ പാടില്ല, മഹാഭാരതം വായിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു തോട്ട്സ്, ഒരു വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അപ്പോൾ ഇതിലേ പോയി മനസ്സ് അറ്റാച്ച്ഡ് ആയിട്ട്, അയ്യോ ഞാനിത് ചെയ്ത പാപമാണോ എന്ന് ചിന്തിച്ച് പാപിയായിട്ട് മാറിക്കൊണ്ടിരിക്കും നമ്മൾ. മറ്റു മതങ്ങളാണ് പറയുന്നത്, നീ പാപിയാണ്. ഇപ്പോൾ നമ്മളെ കുറേ യൂട്യൂബ് ചാനലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ പാപിയാക്കാൻ വേണ്ടിയിട്ട്, മുദ്ര കുത്താൻ വേണ്ടിയിട്ട്. നമ്മൾ പോയി അതിൽ പോയി തൊട്ടിട്ട് അയ്യോ ഞാൻ പാപിയാണെന്ന് വിചാരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഏഷാന്ന് പറഞ്ഞു, ഈ ബ്രഹ്മവിദ്യയെ സ്ത്രീലിംഗ പദമായിട്ട് പറഞ്ഞു. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ മാത്ര പിതൃസഹസ്രേഭ്യോ മമ ഹിത ഇഷി. ആയിരക്കണക്കിന് മാതാവിനെ പോലെയാണ് ഈ ഉപനിഷത്ത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് പോലും ഒരു അമ്മയാണ്. ഭഗവത്ഗീത തന്നെ അമ്മയാണ്. അമ്പത്വാം അനുസന്ധതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി. എന്നാൽ കൂടെയും ഈ ഒരു ധ്യാന ശ്ലോകം കൂടെ ഉണ്ടെങ്കിൽ കൂടെയും വീണ്ടും നമ്മൾ ഗീത തൊടാതെ ഇരുന്നാൽ ഏതോ മായ വന്ന് നമ്മളെ മുക്തിക്ക് തടസ്സം വരുത്തുന്നു എന്നർത്ഥം. മുക്തിക്ക് നമ്മളെ തടസ്സപ്പെടുത്താൻ വേണ്ടി മായയുടെ ഏതൊക്കെ രൂപത്തിൽ പോയി നമ്മൾ പെട്ടുപോയി എന്ന് വിചാരിക്കാം. ഏഷാ തേ അഭിഹിതാ സാഖ്യേ. ഇതുവരയ്ക്കും നിനക്ക് സാഖ്യബുദ്ധിയെ ഞാൻ ഉപദേശിച്ചു, ഫിലോസഫി നിനക്ക് ഉപദേശിച്ചു, നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഇനിയില്ല. 2-ാം അധ്യായത്തിൽ പൂർണ്ണമായിട്ടും ഭഗവാൻ ബ്രഹ്മവിദ്യ മുഴുവൻ കൊടുത്തു. ഗീതയുടെ സാരം മുഴുവൻ 2-ാം അധ്യായമാണ്. ഒരു 2-ാം അധ്യായം എടുത്ത് നമ്മൾ നിത്യനിരന്തരം പാരായണത്തിൽ വെച്ചാൽ ഗീതാ സാരം മുഴുവൻ അതിൽ അടക്കാണ്. ഇനി ഈ സാരത്തെ വെച്ചുകൊണ്ട് കർമ്മം എങ്ങനെ ചെയ്യാം, ഭക്തി എങ്ങനെ ചെയ്യാം, പല വിഷയങ്ങൾ, ഇതെല്ലാം ഇത് വെച്ചിട്ടാണ് നമ്മളിനി അങ്ങോട്ട് ചെയ്യാൻ പോണത്, ഭഗവാൻ വിവരിക്കാൻ പോണത്. ഇതിനെ അടിസ്ഥാനമാക്കി ആദ്യം തത്വത്തെ ഉപദേശിക്കണു, പിന്നെ ധർമ്മത്തെ ഉപദേശിക്കണം. ധർമ്മം തത്വത്തിലേക്ക് പോകാനൊരു ട്രാക്കാണ്. തത്വത്തിൻ്റെ ദർശനത്തിന് ഒരു വിഘ്നം വരാതിരിക്കാനുള്ളൊരു ട്രാക്കാണ് ധർമ്മം. ആ ധർമ്മത്തെ, ആ തത്വത്തെ ആദ്യം ഉപദേശിച്ചിട്ട് ഭഗവാൻ കർമ്മയോഗത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. സാഖ്യബുദ്ധിയാണ് ഇവിടെ ഉപദേശിച്ചത് ഇതുവരയ്ക്കും. തേ അഭിഹിതാഹ, ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. യോഗേ തു ഇമാം ശൃണു, ഇപ്പൊ നീ യോഗത്തെ പറ്റി കേട്ടുകൊള്ളുക. യോഗത്തിനുള്ള ബുദ്ധിയാകട്ടെ നീ കേട്ടുകൊള്ളുക. യയാ ബുദ്ധ്യായുക്താഹ, ഈ യോഗബുദ്ധിയെ നീ ഉൾക്കൊണ്ടാൽ, കർമ്മബന്ധം പ്രഹാസ്യസി, നീ കർമ്മബന്ധത്തെ പൊട്ടിച്ചെറിയുന്നു. ഈ കർമ്മബന്ധത്തിൻ്റെ ആ കെട്ടിനെ നീ ഇങ്ങോട്ട് ഇല്ലാതാക്കും. ഒരു സാധനയിൽ നമ്മൾ പ്രധാനമായിട്ട് നിത്യനിരന്തരം വയ്ക്കേണ്ട ഒരു ശ്ലോകമാണ്. ഏഷാത്തെ അഭിഹിതാ സാഖ്യേ. ഈ സാഖ്യബുദ്ധി, ഈ ഫിലോസഫി എല്ലാം കഴിഞ്ഞു, വേദാന്തം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഉപദേശം. നീ ആര്, നിന്റെ സ്വരൂപം എന്ത്, നീ ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, നീ ശുദ്ധ ചൈതന്യമാണ്. അജഹ നിത്യം ശാശ്വതം പുരാണം. ബ്രഹ്മലക്ഷണത്തെ കൊടുത്തു,
ആത്മലക്ഷണത്തിനെ പറഞ്ഞു കൊടുത്തു, ജഡത്തിൻ്റെ ലക്ഷണത്തെ പറഞ്ഞു കൊടുത്തു. ഇനി ജഡത്തിനെയും ആത്മാവിനെയും നീ തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ജഡത്തിനെ തള്ളിക്കളഞ്ഞ് ആത്മാവിനെ നീ മുൻനിർത്തിക്കൊണ്ട്, ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട് നീ യുദ്ധം ചെയ്യാം. ഇനി ബുദ്ധിയോഗം, യോഗം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിൻ്റെ വിക്ഷേപമില്ലായ്മ എന്നർത്ഥം. യോഗ ഒക്കെ അതിനാണ്. യോഗയൊന്നും ആരോഗ്യം വരുത്താനുള്ളതൊന്നും അല്ല. യോഗ കൂടെയും എന്തിനാന്ന് വെച്ചാൽ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തിയെ ഇല്ലാതാക്കാനാണ്. അപ്പോൾ ഈ ചിത്തവൃത്തിയെ ഇല്ലാതാക്കണമെങ്കിൽ യോഗം വേണം. അതിനെ നീ ഇപ്പം കേട്ടുകൊള്ളുക. ത്വിമാം ശൃണു, ഇമാം ശൃണു, തു ഇമാം ശൃണു, നീ ഇപ്പം അത് കേട്ടുകൊള്ളുക. ബുദ്ധ്യായുക്തോ യയാ പാർത്ഥ, ഈ ബുദ്ധി ഉൾക്കൊള്ളുന്നവൻ, ഈ യോഗബുദ്ധിയെ ഉൾക്കൊള്ളുന്നവൻ ആരായാലും അവൻ കർമ്മബന്ധത്തെ ഇല്ലാതാക്കും. കർമ്മബന്ധം പ്രഹാസ്യസി, അവൻ കർമ്മബന്ധത്തിൽ നിന്നും അവൻ മാറിപ്പോകും. ഈ കർമ്മബന്ധം എന്താന്ന് വെച്ചാൽ നമ്മൾ സഞ്ചയിപ്പിച്ചിരിക്കുന്ന വിഷയമാണ്. മുന്നത്തെ വിഷയം തന്നെ ഭഗവാൻ കുറച്ചും കൂടെ കാര്യമായിട്ട് പറയുന്നു. നമ്മളാൽ തീരുമാനിച്ചുറപ്പിച്ചു, ഇനി പാതി വലിയിൽ ഓടിയാൽ അത് ധീരന്മാർക്കുള്ള ലക്ഷണമല്ല, അത് ബുദ്ധിമാന്മാരുടെ ലക്ഷണമല്ല. അത് എന്താണോ വന്നിരിക്കുന്നത് അതിനെ നേരിടുക, എന്താണോ വന്നിരിക്കുന്നത് അതിനെ നേരിടുക, അതിനെ ഫലയിച്ചയില്ലാതെ നേരിടുക. ട്രൈ അവർ ബെസ്റ്റ്, അല്ലേ? ബെസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യുക, വേറെ ഒന്നിനെയും കേൾക്കില്ല. അന്യാവാച വിമുഞ്ചത, അന്യത്തിൻ്റെ വാക്കേ കേൾക്കില്ല, അന്യത്തിനെ കാണാതിരിക്കുക. ഒരു വലിയൊരു സാധന പദ്ധതിയാണ്. അതുകൊണ്ട് ഈ യോഗത്തിനേതാ ഇവിടെ കൃഷ്ണൻ ഉപദേശിക്കുകയാണ്. ഇനി അങ്ങോട്ട് കർമ്മയോഗമാണ് ഭഗവാൻ ഉപദേശിക്കാൻ പോണത്. ഇതൊരു ചുരുക്കമായിട്ടുള്ള യോഗങ്ങളെല്ലാം ഭഗവാൻ ഉപദേശിക്കും. കർമ്മബന്ധത്തെ എങ്ങനെ ഇല്ലാതാക്കാം നോക്കൂ. കർമ്മത്തിനെ നമ്മൾ കർമ്മം കൊണ്ട് ഇല്ലാതാക്കാൻ നോക്കണു പലരും, അല്ലേ? വൈദികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്ത് ദോഷം വന്നെങ്കിൽ വൈദികമായിട്ടുള്ള പരിഹാരം നോക്കണം. കർമ്മം കിം പരം, കർമ്മ കിം പരം, കർമ്മം തജ്ജഡം എന്ന് മഹർഷി ഉപദേശസാരത്തിൽ പറഞ്ഞു. കർമ്മം എന്ന് പറയുന്നത് വെറും ജഡമാണ്, കർമ്മം പരമേ അല്ല. കർമ്മം പരം എന്ന് കരുതിയിട്ടാണ് ഏതോ ഒരു കർമ്മത്തിനെ എന്തോ ഒരു കർമ്മം ചെയ്ത് നമുക്ക് ഇല്ലാതാക്കാം എന്ന് വിചാരിക്കണത്. ലൗകികമായിട്ടോ അധ്യാത്മമായിട്ടോ അല്ലേ വൈദികമായിട്ട് തീർക്കാൻ നോക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നാൽ ഇന്ന കർമ്മം ചെയ്തങ്ങ് മാറ്റാം. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ ജ്യോതിഷനെ കണ്ടിട്ട് എന്തോ പരിഹാരമൊക്കെ ചെയ്യാം. ഇങ്ങനെ നമ്മൾ കരുതണം, അല്ലേ? ഇതൊരു കുഴപ്പമാണ്. ആ കർമ്മത്തിനൊക്കെ പെർഫെക്ഷൻ അത്യാവശ്യമാണ്. ഇപ്പം കർമാചരണമാണെങ്കിൽ കൂടെയും പെർഫെക്ഷൻ അവിടെ അത്യാവശ്യമായിട്ട് വേണമെന്ന് ഉപനിഷത്തെ പറയുന്നു. യസ്യാഗ്നിഹോത്രമദർശമ പൗർണമാസമ ചാതുർമാസ്യമനാഗ്രയണമതിഥിവർജിതം ച അഹുതമ വൈശ്വദേവ അവിദിനാഃ ഹുതമാ സപ്തമാം തസ്യ ലോകാൻ ഹിനസ്തി. ഒരാൾ അഗ്നിഹോത്രം ചെയ്യണം, ദർശ പൗർണമാസങ്ങൾ ആചരിക്കണം, ചാതുർമാസ്യ ആചരണം ഉണ്ടായിരിക്കണം, അതിഥിയെ വർജിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഇരുന്നാൽ അവന് നല്ല ലോകത്തിലേക്ക് പോകാം. അതേ അവൻ അഹുതമ വൈശ്വദേവ അവിദിനാഃ, വിധിയാമണ്ണമല്ലാതെ വൈശ്വദേവം ഒരു ഹോമം ചെയ്താൽ കൂടെയും അത് അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹീനലോകത്തിൽ പോയി പതിക്കുമത്രേ. നരകലോകത്തിലേക്ക് പോകാൻ കാരണമാവുന്നു, കീഴ്ലോകത്തിലേക്ക് പോകാൻ കാരണമാവും. അപ്പോൾ വൈദിക കർമ്മത്തിലൊക്കെ ഈ പെർഫെക്ഷൻ ആവശ്യമുണ്ട്. നോക്കൂ, വൈദിക കർമ്മം കൂടെയല്ല, ഒരു കെമിക്കൽ ലാബിൽ കൂടെയും പ്രസിപ്പിറ്റേഷൻ എന്തൊക്കെയോ ചേർത്തിട്ട് നമ്മൾ ചെയ്യണം. ഇതിൻ്റെ പ്രസിപ്പിറ്റേഷൻ മാറിപ്പോകണം. വളരെയധികം ശ്രദ്ധ വേണ്ടി വരും അവിടെ. അതിന് കുറച്ചും കൂടെ സ്ട്രെസ്സും ആവശ്യമാണ്, ടെൻഷനും വരും, ചെയ്തത് ശരിയാണോ എന്നൊരു തോന്നലും വരും. അപ്പോൾ ഈ കാണപ്പെടുന്ന ലൗകികപരമായിട്ടുള്ളതോ പ്രാണന്റെ മേഖലയിലുള്ള ഒരു കർമ്മങ്ങളും പെർഫെക്റ്റ് ആവേയില്ല. മാത്രവുമല്ല അത് പകുതി വെച്ച് ഇട്ടിട്ട് ഓടാനും പറ്റില്ല, അല്ലേ? പകുതി വെച്ച് ഇട്ടിട്ട് പോയാൽ അത് അപൂർണമായി.
ഏതൊരു കർമ്മമാണോ, ലൗകിക കർമ്മമായിക്കോട്ടെ, പകുതി വെച്ചിട്ടിട്ട് പോയാൽ അത് അപൂർണം അല്ലേ. ഗൃഹസ്ഥനായി കല്യാണം കഴിഞ്ഞു, പകുതി വെച്ചിട്ട് എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞു പോയാൽ അത് കർമ്മം പൂർത്തിയല്ല. അത് അപ്പം കർമ്മം പൂർത്തിയാവണമെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത കർമ്മം അതിനെ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ വൈദിക കർമ്മം കൂടെയും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അത്ര എന്ന് ഉപനിഷത്തെ പറയണം. അതുമാത്രമല്ല, രാമായണത്തില് ഋഷിശൃംഗാദി മഹർഷികളൊക്കെ ഇരിക്കുമ്പോൾ ദശരഥൻ പറയണമെന്ന് അങ്ങക്ക് എല്ലാം അറിയാമെന്നുള്ളവരാണ്, എങ്കിലും ഞാൻ പറയാണ് വളരെയധികം ശ്രദ്ധാപൂർവം ഈ യജ്ഞയാഗങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫലം ഇതാരാണോ യജമാനൻ അവനാണ് അനുഭവിക്കേണ്ടത്. യജമാനന് ഈ ഫലം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാം അതുപോലെ ചെയ്യും എന്ന് എനിക്കറിയാം, എങ്കിൽ കൂടെയും പെർഫെക്റ്റായിട്ട് നല്ല ശ്രദ്ധാപൂർവം ചെയ്തുകൊള്ളുക. അപ്പോൾ ഏതൊരു കർമ്മത്തിനും അതിന് ഫലം വേണം. ഏതൊരു കർമ്മം ഫലവത്താവണമെങ്കിൽ അത് നല്ല ഫലമാവട്ടെ ചീത്ത ഫലമാവട്ടെ, ആ കർമ്മം പൂർത്തീകരിക്കാതെ വഴിയില്ല. അല്ലെങ്കിൽ അത് പിന്നെയും വിക്ഷേപത്തിന് കാരണമാവും. അപ്പോൾ അങ്ങനെയുള്ള കർമ്മത്തെയാണ് ഭഗവാൻ ഇവിടെ കർമ്മയോഗമായിട്ട് ഉപദേശിക്കുന്നത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമഭ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹദോ ഭയാത്. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യത്തെ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹദോ ഭയാത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോണത്. ഇഹ ഈ യോഗം അഭ്യസിച്ചുകൊണ്ടുള്ള സ്വധർമ്മ അനുഷ്ഠാനം. ആദ്യമേ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു അനുഷ്ഠാനം എന്ന് പറയണത് ഭഗവാനാണ്, ധർമ്മം എന്ന് പറയണത് ഭഗവാനാണ്. ഭഗവാന്റെ ഒരു നാമമാണ് ധർമ്മം. അഭിക്രമനാശാഹ ന അസ്തി. ഭഗവത് നാമ ആരാധന, ഈ സ്പിരിച്വാലിറ്റി, അധ്യാത്മജീവിതം, മറ്റു കർമ്മങ്ങളൊക്കെ എന്താ പകുതി വെച്ച് നിർത്തിയിട്ട് പോയാൽ ആ കർമ്മം പൂർത്തിയാവില്ല. വീണ്ടും ഒന്നേന്ന് ആരംഭിക്കണം. പകുതി തെറ്റിപ്പോയി, ഒന്നേന്ന് ആരംഭിക്കണം. ഇപ്പോൾ സന്ധ്യാവന്തനാദി കാര്യങ്ങൾ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ആരുടെയെങ്കിലും കരസ്പർശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നേന്ന് ശുദ്ധിയാക്കണം, ആചമനം തൊട്ട് ആരംഭിക്കണം. അപ്പോൾ തമ്മിൽ ടച്ചായ കൂടെയും ആചമനം തൊട്ട് വീണ്ടും ആരംഭിക്കണം. ഏതെങ്കിലും ഒരു അശുദ്ധ വസ്തുവിൽ തൊടുകയോ എന്തെങ്കിലും ചെയ്താൽ ആചമനം, ചുമച്ചാൽ ആചമനം, തുമ്മിയാൽ ആചമനം, വീണ്ടും ഒന്നേന്ന് ക്രമമുണ്ട്. പക്ഷേ ഈ അധ്യാത്മ ജീവിതത്തിൽ ഞാൻ ആര്, എൻ്റെ സ്വരൂപം എന്തെന്ന് നമ്മൾ ചിന്തിക്കണ ഈ ഒരു വിചാരമേഖല, സാധനാ പദ്ധതി മേഖല, ഇവിടെ ഇതിനൊന്നിനു മാത്രം അഭിക്രമനാശഃ ന അസ്തി. തുടങ്ങി വച്ചതിൻ്റെ ക്രമത്തിൻ്റെ നാശമില്ല. അതുകൊണ്ട് പേടിക്കേ വേണ്ട നമുക്ക് അല്ലേ. ഇതുകൊണ്ട് എനിക്ക് ഈ ജന്മത്തിൽ പൂർത്തിയാവേയില്ല, അതുകൊണ്ട് ഈ ജന്മം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ അടുത്ത ജന്മം ഇതിൻ്റെ സഞ്ചിത ഫലമായിട്ടൊരു ജന്മം വരും. അപ്പോൾ കർമ്മത്തെ എങ്ങനെ നമുക്ക് ചെയ്യാം, യോഗമായിട്ട് ചെയ്യാം എന്നതിൻ്റെ ഒരു 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 വഴിയാണ് അല്ലേ യുക്തസേവനം എന്ന് ഭഗവാൻ ഉപദേശസാരത്തിൽ ഉപദേശിച്ചു. ഉപദേശസാരത്തിൽ കർമ്മം യുക്തമായിട്ട് ചെയ്യുക, യുക്തമായിട്ടുള്ള സേവനമാണ് ആത്യന്തികമായിട്ടുള്ള കർമ്മം. അപ്പോൾ അധ്യാത്മ ജീവിതത്തിൽ മാത്രം ഒരു നാമജപം ചെയ്തുകൊണ്ടേയിരിക്കണം നിത്യനിരന്തരം. നമുക്കവിടെ എത്താൻ പറ്റിയില്ല ഈ ജന്മത്തിലെങ്കിൽ കൂടെയും അടുത്തൊരു ജന്മത്തിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഗൃഹത്തിൽ പോയി ജനിക്കും. ഏതാണോ വാസന വച്ചിരിക്കുന്നത് അതാ വാസനയോടുകൂടി ജനിക്കും. അതുകൊണ്ട് ഇപ്പോൾ ധർമ്മത്തെ അനുഷ്ഠിച്ച് ധർമ്മനിഷ്ഠനായിട്ട് നമ്മളിരുന്നാൽ അടുത്ത ജന്മത്തിലെങ്കിലും ഇതിൻ്റെ ബാക്കി എല്ലായിടത്തും പിന്നേക്ക് ഇറങ്ങിപ്പോകാനൊക്കെ പടിയുണ്ടാവും. അധ്യാത്മത്തിൽ മാത്രം എത്ര പടി കയറിയോ പിന്നാലെ നോക്കിയ പടി കാണുകയില്ല. എത്ര പേര് വന്ന് സത്സംഗത്തിലൊക്കെ ഇരുന്നിട്ട് ഇതൊന്നും വർക്കൗട്ടേ ആവണില്ല എന്ന് പറഞ്ഞിട്ട് വ്യവഹാരം ചെയ്യാൻ പോകും. അവർക്ക് വ്യവഹാരം ചെയ്യാനും പറ്റില്ല.
അവർക്ക് വ്യവഹാരം ചെയ്യാനും പറ്റില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് പതുക്കെ നടന്ന് ഇതിലേക്ക് സത്സംഗത്തിൻ്റെ ഓരത്തിലൊക്കെ വന്ന് കേട്ടോണ്ടിരിക്കും. എന്താന്ന് വെച്ചാൽ ഇതിന്ന് പിന്നോട്ട് വഴിയില്ല. ഇത് കയറിക്കൊണ്ടിരിക്കുന്ന പടിയാണ്. അഭിക്രമം ഇല്ല, തിരിച്ചു വരണത്. അഭിക്രമനാശഃ ന അസ്തി പ്രത്യവായഃ ദോഷകരമായ അനന്തരഫലം ന വിദ്യത്തെ. നോക്കൂ, ദോഷകരമായിട്ട് ഇനിയൊരു ഫലം ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അതും ഉണ്ടാവില്ല. നോക്കൂ, ഇതാണ് ഒരു അധ്യാത്മ ജീവിതത്തിൻ്റെ പ്ലസ് പോയിന്റ്. ഈ ഒരു ശ്ലോകം മതി നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ. ഇല്ലെങ്കിൽ മുക്തി കിട്ടിയില്ല, മുക്തി കിട്ടിയില്ല, മുക്തി കിട്ടിയില്ല, ഏതോ എവിടെന്നോ കിട്ടേണ്ടതാണെന്ന് കരുതി നമ്മൾ പാടിക്കൊണ്ടേയിരിക്കും. ഏതോ ബ്രെഡ് കിട്ടിയില്ല, ജാം കിട്ടിയില്ല, ദോശ കിട്ടിയില്ല, ഇഡ്ഡലി കിട്ടിയില്ല എന്ന് പോലെ മുക്തി കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര നേരം പറയും? ബ്രേക്ക്ഫാസ്റ്റ് ടൈം വരെ പറയും, അത് കഴിഞ്ഞ് ലഞ്ച് ടൈം വരെ പറയും, അല്ലേ? അപ്പോൾ മുക്തി നമ്മുടെ സ്വരൂപമാണ്, അത് കിട്ടേണ്ടതൊന്നുമല്ല, അതിന് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സാധന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്വരൂപത്തിൻ്റെ വിക്ഷേപം, മനസ്സിൻ്റെ വിക്ഷേപത്തെയൊക്കെ ഇല്ലാതാക്കി സ്വരൂപനിഷ്ഠനാക്കി നമ്മളെ ഇരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സാധന എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ ഉപദേശിച്ചു. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ. ഈ യോഗബുദ്ധി ഒരു ജപമാണെങ്കിൽ കൂടെയും സ്വൽപ്പം ബിന്ദുതർപ്പണ സന്തുഷ്ട. ബിന്ദുതർപ്പണം ഒരു ഡ്രോപ്പായിട്ട് പല തുള്ളി പെരുവെള്ളം എന്ന് പറയണത് പോലെ പല തുള്ളികളായിട്ട് ഇത് നമ്മളിതിനെ പൂർണ്ണമാക്കും. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. വലിയ ഭയത്തിൽ നിന്ന് നമുക്ക് പതുക്കെ രക്ഷ ഉണ്ടാവും, അല്ലേ? ദൂരെ നിന്നൊരു കയറ് കാണുമ്പോൾ ആ കയറ് പാമ്പാണെന്ന് നമ്മൾ കരുതുന്നു. അടുത്തേക്ക് പോയി ടോർച്ച് അടിച്ചൊക്കെ നോക്കി വ്യക്തമാവുമ്പോൾ ഇത് കയറാണെന്ന് കാണുമ്പോഴും ഭയം പോയി. ദൂരെ നിന്ന് കണ്ടപ്പോഴാണ് കയറിനെ പാമ്പായിട്ട് കണ്ടത്, അതാണ് അജ്ഞാനം. അതിനെ പതുക്കെ അതിനേക്ക് അടുക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് എല്ലാവരും വന്ന് ചോദിക്കുന്നത് ഇതാണ്, ദുഃഖം വരണു. ഭഗവാൻ പറഞ്ഞു, ദുഃഖം ആർക്ക് വരുത്? இந்த ദുഃഖം யாருக்கு வருது? സഫറിങ് വരണു, இந்த സഫറിങ് யாருக்கு வருது? വിഷമം വരണു, இந்த വിഷമം ആർക്ക് വരുത്? இந்த ശോകം யாருக்கு വരുത്? അതിന് അടുത്തേക്ക് പോയി നമ്മൾ നോക്കിയ വസ്തു ഇല്ല, ശൂന്യമാണ്, അല്ലേ? അവിടെ പാമ്പിനെ കണ്ടു, അതിലില്ല, അതിൽ കയറിൽ പാമ്പും ഒരു സംബന്ധമില്ല. പക്ഷെ ആ കയറിൽ നമ്മൾ തന്നെ അതേ കയറിൽ പാമ്പിനെ കണ്ടു. ആ പാമ്പിനെ കാണുമ്പോഴാണ് ഭയം, സത്യവസ്തുവിനെ കാണുമ്പോൾ അവിടെ ഭയമില്ല. അപ്പൊ സത്യത്തെ അറിഞ്ഞുകൊണ്ട് നീ സ്വൽപ്പമായിട്ട് ധർമ്മത്തിനെ അഭ്യസിക്കുക, ഈ യോഗബുദ്ധിയെ അഭ്യസിക്കുക. യോഗബുദ്ധി എന്ന് പറഞ്ഞാൽ, യോഗം എന്ന് പറയുന്നത് മനസ്സിൻ്റെ വിക്ഷേപക്കുറവാണ്. മനസ്സിൻ്റെ വിക്ഷേപം എങ്ങനെ കുറയ്ക്കാം? നാമജപത്തിലൂടെ തന്നെ കുറയ്ക്കാം. രമണ മഹർഷി തന്നെ അതിനെ ഉപദേശിക്കുന്നുണ്ട് ഉപദേശസാരത്തിൽ. ഉത്തമസ്തവാത് ഉച്ഛമന്തതഃ ചിത്തജം ജപ ധ്യാനമുത്തമം. ഉച്ചമന്തമായിട്ടുള്ള ജപാതി അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊള്ളുക. അതിന് അധികാരിയായില്ലെങ്കിൽ ഭഗവത് നാമത്തെ, സഹസ്രനാമത്തെ, സ്തോത്രങ്ങൾ പാരായണം ചെയ്തുകൊള്ളുക. അതിൽ നിന്നും പതുക്കെ നമ്മൾ പടികേറി ചിത്തജപത്തിൽ വരിക. എന്ന് വെച്ചാൽ മനസ്സിൽ മാനസീ ജപം വരിക. ഈ മാനസീ ജപത്തിൽ നിന്നും പതുക്കെ മനസ്സിൻ്റെ വിക്ഷേപം കുറഞ്ഞ് നിജസുഖ അനുഭവത്തിൽ തന്നെ ഇരിക്കുക. അത് തന്നെയാണ് ധ്യാനം എന്ന് പറയുന്നത്. ധ്യാനം എവിടെയോ വെളിയിൽ നിന്ന് നേടേണ്ടതല്ല, കോഴ്സ് പഠിച്ച് നേടേണ്ടതല്ല, ആർക്കെയോ പോയി പൈസ കൊടുത്തിട്ട് നേടേണ്ടതല്ല. ധ്യാനം നമ്മുടെ സ്വരൂപമാണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വരൂപമാണ്. അതുകൊണ്ടാണ് മഹർഷി പറയണത്, ഹൂ ഈസ് ദി മെഡിറ്റേറ്റർ എന്ന് ചോദിച്ചു. മെഡിറ്റേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഹൂ ഈസ് ദി മെഡിറ്റേറ്റർ? അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരാളില്ല അവിടെ, അല്ലേ? ആ ശാന്തി സ്ഥിതിയിൽ വെളിയിലൊരു വസ്തുവേ ഇല്ല, തന്നിൽ നിന്ന് അന്യമായിട്ടൊരു ബോഡി കൂടെ ഇല്ല, മനസ്സില്ല.
ആ യോഗത്തെ നമ്മൾ സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ, സ്വൽപ്പം ഒരേ അടിക്ക് പോയി ആത്മനിഷ്ഠനായിട്ട്. നമ്മളൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജപം 108 ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ വി വിൽ കമ്പയർ വിത്ത്, നമ്മൾ ആരെ കൊണ്ട്, രമണ മഹർഷിയൊക്കെ കൊണ്ട് കമ്പയർ ചെയ്ത് കളയും, വിവേകാനന്ദനെ കൊണ്ട് കമ്പയർ ചെയ്ത് കളയും, രാമകൃഷ്ണദേവനെ കൊണ്ട് കമ്പയർ ചെയ്യും. നമ്മളതിൻ്റെ അയലത്ത് പോലും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ കമ്പയറിങ് വേണ്ട, കമ്പാരിസൺ അല്ല നമുക്ക് വേണ്ടത്. സ്വൽപ്പം ശനൈഹി ഉപരതി, പതുക്കെ ഈ ധർമ്മത്തെ നീ അനുഷ്ഠിച്ചാൽ പതുക്കെ നിനക്ക് ഈ ഭയം അങ്ങോട്ട് പോകും. അതിനെ പേടിച്ച് ഓടിയ ഭയം, ഒരു കയറ് കണ്ടപ്പോൾ പാമ്പ് എന്ന് കരുതി നാട്ടിൽ മുഴുവൻ പോയി പ്രചരിപ്പിച്ച ആട്ടുകാർ മുഴുവൻ പേടിച്ചു പോകും, എല്ലാവരുടെ ഉറക്കം പോകും. ഇപ്പോൾ അതുവഴി പോയി കഥകൾ വെളിയിൽ വരും. സിറ്റിയിലൊക്കെ കുറേ CCTV ചാനൽസ് ഇരിപ്പുണ്ട് അല്ലേ, ചായക്കടയുടെ മുന്നിലൊക്കെ കുറേ CCTVക്കാരിരിപ്പുണ്ട്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ പണി, അവിടെ ഇത് വന്നു, അവിടെ പാമ്പ് വന്നു, ഒരാളെ കടിച്ചു, അയാൾ സീരിയസ് ആണെന്ന് കൂടെ പറയും. ചെറിയൊരു തീപ്പൊരി മതി അല്ലേ, ഒരു പടക്കം കത്തിക്കാൻ ചെറിയൊരു തീപ്പൊരി പറന്നു വന്നിരുന്നാലും മതി, പടക്കം കത്തിക്കോളൂ. അതിനൊരു കാരണം നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ ഓടിപ്പോയാൽ അത് നാടിനും ദോഷമാണ്. ഇപ്പം അർജുന, നീ ഓടിപ്പോയാൽ നിന്നെ വിശ്വസിച്ചിരിക്കുന്ന നിന്റെ സ്വജനങ്ങൾ, നിന്റെ രാഷ്ട്രത്തിലുള്ളവർ, നിന്റെ രാജ്യത്തിലുള്ളവർ, അവരെല്ലാം നിന്നെ തള്ളിപ്പറയും. അർജുനൻ പേടിച്ചോടി എന്ന് പറയും. മറിച്ച് അവർക്കും ഒരു ധൈര്യക്കുറവ് വരും, പേടി വരും, ഭയം വരും. അവരിപ്പോൾ നിന്നിലാണ് അഭയം കാണുന്നത്. നീയോ ഈ ധർമ്മത്തെ കേട്ടുകൊണ്ട് സ്വൽപ്പമായിട്ട് ഈ ധർമ്മത്തെ നീ അഭ്യസിച്ചു കൊള്ളുക അർജുന എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ നിശ്ചയബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. കൺവിക്റ്റഡായിട്ടുള്ള കൺവിക്ഷനെ പറ്റി പറയണം. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധ്യോയവ്യവസായിനാം. 41 ശ്ലോകം. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധ്യോയവ്യവസായിനാം. കുരുനന്ദന, ഭഗവാൻ നോക്കൂ, എത്രയോ പേരിട്ട് വിളിക്കണം. ഒരേ ഒരു വസ്തുവിനെ പല പേരിട്ട് വിളിക്കണം അല്ലേ. എന്താ, ലാളന വരുമ്പോഴാണ് നമ്മളെ തന്നെ കുട്ടികളെയൊക്കെ നമ്മൾ കൊഞ്ചിക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട കുറേ പേര് വിളിക്കണം. എന്താ, ലാളന വരുമ്പോൾ. ദേഷ്യം വരുമ്പോൾ അവൻ്റെ പേര് തന്നെ വിളിക്കും അല്ലേ, അവൻ്റെ പേര് കൂടെ വിളിക്കില്ല, വേറെന്തൊക്കെയോ ചേർത്ത് വിളിക്കും. അപ്പോൾ കുരുനന്ദന, അല്ലയോ കുരുവംശജനായ അർജുന, കുരുവംശത്തിലുള്ള അർജുന, ഈ ലോകത്തിൽ വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയബുദ്ധി ഉണ്ടല്ലോ, നിശ്ചയബുദ്ധി, കൺവിക്ഷൻ, തത്വം ഉറച്ചൊരു ബുദ്ധി, മനീഷ. ആ തത്വം ഉറച്ചതായിട്ടുള്ളൊരു ബുദ്ധി ഒന്നേ ഉള്ളൂ. അവ്യവസായിനാം, നിശ്ചയത്തിൽ എത്തിച്ചേരാത്തവരുടെ ബുദ്ധി ഉണ്ടല്ലോ, നിശ്ചയമല്ലാത്ത ബുദ്ധി, ബുദ്ധികൾ. ബഹുശാഖ അനന്താഹ ചഹി, അനേക വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞിട്ട് ലക്ഷ്യത്തിലെത്തില്ല, അന്തം കാണാൻ പറ്റാത്ത വഴിയിലേക്ക് പോകുന്നു അത്ര. അന്തേനൈവനീയമാനായ താന്താഹ, അന്തന്മാർ പിടിച്ചോണ്ട് പോണ കൂട്ടത്തിൽ പോയാൽ എങ്ങനെ ഇരിക്കുക, എവിടെ ചെന്നൊന്നും ആർക്കും അറിയില്ല അല്ലേ. ഒരു അന്തന് വിളക്ക് കത്തിക്കാൻ കൊടുത്തതുപോലെ ഇരിക്കും. എവിടെയൊക്കെ നോക്കി അവൻ കത്തിച്ചോ ഇല്ല, ആർക്കും അറിയില്ല, എന്ത് ചെയ്തു എന്നും കൂടെ അറിയില്ല, ചിലപ്പോൾ കത്തിയിട്ടുണ്ടാവും, അറിയില്ല. അപ്പോൾ വ്യവസായാത്മിക ബുദ്ധി, ഭഗവാൻ ഇവിടെ ഉപദേശിക്കുകയാണ്, നിശ്ചയ ബുദ്ധി വേണം, നിശ്ചയദാർഢ്യം വേണം. ഏകേഹ കുരുനന്ദന, കുരുവംശർക്ക് ഉള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിശ്ചയബുദ്ധിയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ കുരുനന്ദന എന്ന് പറഞ്ഞു. വ്യവസായാത്മിക ബുദ്ധി, നിശ്ചയിച്ചുറപ്പിച്ച ബുദ്ധി, തത്വം ഉറച്ചൊരു ബുദ്ധി. ബുദ്ധി മുഴുവൻ ദീകുല്യ സരണിഷു പതന്തി വിജയതാം. ഭഗവത് നാമം ഉള്ളില് ബുദ്ധിയിൽ നിറഞ്ഞാൽ സംസാരഭ്രമണ പരിതാപോപശമനം.
ഈ സംസാര താപം ഇല്ലാതാവും. അങ്ങനെ ഉറയ്ക്കാത്ത ബുദ്ധിയോ, ഭഗവത് നാമമേ ഇല്ലാത്ത ബുദ്ധി, ഭഗവത് ആരാധനയെ ഇല്ലാത്ത ബുദ്ധി എവിടെയൊക്കെ ഓടി നടക്കും അല്ലേ? പ്രഹ്ലാദൻ ബുദ്ധി നിശ്ചയം വന്നു, ഭഗവാനുണ്ട്, എല്ലായിടത്തും ഭഗവാനുണ്ട് എന്ന് നിശ്ചയം വന്നു. പ്രപഞ്ചം വേറെ ഭഗവാൻ വേറെ അല്ല എന്നുള്ളൊരു ഭാവത്തിലിരുന്നു. അതേ സമയത്ത് സ്വഗ്രഹത്തില് അതേ ഗ്രഹത്തിലിരുന്ന് ഹിരണ്യകശിപു ലോകം മുഴുവൻ അലഞ്ഞു. എവിടെയൊക്കെ ഉണ്ട് ദൈവം, എവിടെയുണ്ട് ദൈവം, എവിടെയുണ്ട്, ഒരിടത്തും അയാൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താ? ബുദ്ധിക്കുള്ളിൽ ഭഗവാൻ ഇല്ല. അപ്പൊ ബുദ്ധിക്കുള്ളിൽ ഭഗവാൻ വന്നാൽ അവൻ നല്ല ഈ ലോകത്തിൽ നല്ലവണ്ണം മരിക്കും. അത് വന്നില്ലെങ്കിൽ നിശ്ചയിച്ചുറപ്പിക്കാത്ത ബുദ്ധിയില്ലാത്തത്, നിശ്ചയദാർഢ്യമില്ലാത്ത ബുദ്ധി, യുദ്ധത്തിന് ഇറങ്ങി ഞാൻ പകുതി വെച്ച് പോകണം, ഈ ബുദ്ധി ആർക്കുണ്ടോ അവൻ വഴി തെറ്റി അലയും അത്രേ. എവിടെ ഓടിയാലും അവന് ശാന്തി ഉണ്ടാവുകയല്ല. ശാന്തി നമ്മുടെ സ്വരൂപമാണ്. നമ്മുടെ സ്വരൂപത്തെ വിട്ടിട്ട് അല്ലേ, ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്, ഉള്ള പൊരുളിനെ വിട്ടിട്ട് വേറെ എവിടുന്നോ നമ്മളിത് തേടാൻ പോകണം. ഉള്ളതിൻ്റെ നേരെ ദൃഷ്ടി ഒരു കാരണവശാലും പോയില്ല. ഇല്ലാത്തതിൻ്റെ പിന്നാലെയാണ് ഓടുന്നത് എല്ലാവരും. കണ്ടിട്ടില്ലാത്ത എന്തോ, അനുഭവമില്ലാത്ത എന്തോ, ഇതിൻ്റെ പിന്നാലെ ഓടണം. അനുഭവമേ സ്വരൂപമായിട്ട് നമ്മുടെ ഉള്ളിൽ ഞാൻ എന്നൊരു ഉറപ്പുണ്ട്, ഒരു ബോധമുണ്ട്. അത് ആദ്യം നിശ്ചയിച്ച് ബുദ്ധിയിൽ ഉറയ്ക്കുക. അത് പതുക്കെ 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 അഭ്യാസത്തിലൂടെ നമ്മൾ അതിനെ ലക്ഷ്യത്തെ നമ്മളെത്തും. ലക്ഷ്യം ശാന്തിയാണ്, സമൃദ്ധമാണ്, അമൃതമാണ്. തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേധം രമണാഖ്യം അഹം അഹ. ഹരി ഓം.